വന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് അത്ര വ്യക്തമായിട്ട് ധാരണ വരുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഈ അച്ചായൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഞാൻ വലുതായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിനകത്ത് എന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും ഈ പുള്ളി മേടിച്ചിട്ടല്ല ഇതുപോലൊരു സംരംഭം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊരു കാര്യം ഇയാളോട് നമുക്ക് ചോദിക്കാനായിട്ട് കഴിയത്തില്ല. സ്വന്തം പൈസയ്ക്ക് അതൊന്ന് എടുത്തു വെച്ച് കാണിക്കുന്നു. അതിനിപ്പോ ബിസിനസ്മാൻ ആയിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, വോട്ടവർ, ഒരു VIP ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് അവർ കാണിക്കുമ്പോഴത്തേന് ഇവൻ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നല്ല ആണ്. പക്ഷെ അവര് 10 എണ്ണത്തിന് കൊടുത്തിട്ടായിരിക്കും ആ സൈഡിൽ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇതിന്റെ ക്ലാരിറ്റി എന്താണ്, ഇതിന്റെ ബില്ല് എന്താണ്, നിങ്ങൾ ഇവിടെ എത്ര രൂപ കൊടുത്തെന്ന് ചോദിക്കാൻ കഴിയത്തില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു 25 പൈസ പോയിട്ട് ഒരു 10 പൈസ പോലും അദ്ദേഹം മേടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വന്നപ്പോഴത്തേക്ക്, ഇതൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയപ്പോഴത്തേക്കിന് ജനങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കില്ല. ഈവൻ സീക്രട്ട് ഏജന്റ് ആണെങ്കിലും ശരി, ടോണി അച്ചായനാണെങ്കിലും ശരി, തെറ്റിദ്ധരിപ്പിക്കില്ല. അങ്ങനെ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കാനായിട്ട് കണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് എന്റെ കാസറ്റ്, അതായത് ഹക്കിം, എന്റെ കാസറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഈ പുള്ളിയെ കുറിച്ചുള്ള, അതായത് അച്ചായനെ കുറിച്ചുള്ള കുറച്ചധികം വോയിസ് ക്ലിപ്പുകൾ കിടന്ന് ഇങ്ങനെ ഓടുന്നു മാലമാലയായിട്ട്. ഇവനെ സംബന്ധിച്ച് ഇവൻ നാട്ടിൽ എന്ത് സംഭവം നടന്നാലും പൊക്കിയെടുത്ത് അതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് ഇടുന്ന ഒരുത്തും തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആളത്ര വെടിപ്പാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി ഇടുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. മദർ തെരേസ പുണ്യപ്രവൃത്തി കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അല്ല തെമ്മാടത്തിലും കാണിച്ചിട്ട് ഓടിയ പുണ്യപ്രവൃത്തി കാണിക്കുമ്പോഴത്തേന് വലുതായിട്ട് നമുക്ക് ക്ലാരിഫൈ ആവത്തില്ല. എനിക്ക് ആ ഒരു അഭിപ്രായത്തോടുകൂടി തന്നെ നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു 100% സക്സസ് എന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എന്തായാലും ആ സ്റ്റോറി വെക്കാം. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഇതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നല്ല, ഇതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എടുത്തു വെച്ച് ഇതുപോലുള്ള പെണ്ണുകേസുമായിട്ട് ബന്ധപ്പെട്ട് പല ചാറ്റുകളും വരുമ്പോൾ അതുപോലെ റിയാക്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന വ്യക്തികൾ. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളുടെ അല്ലെങ്കിൽ ചാറ്റുകളുടെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഒരു സൈഡിൽ വ്യക്തമായിട്ടുണ്ട്. ഞാൻ ആദ്യം ആ സ്റ്റോറി കാണിക്കാം, അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് സംസാരിക്കാം. നിന്നെ കേട്ടോ, ഐ ലവ് യു ഉമ്മ. എടി, ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ, അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. അതായത് ഒരു അച്ചായന്റെ ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ അത് കേൾപ്പിക്കുന്നത്. വ്യക്തമായിട്ട് അച്ചായന്റെ ഒരു വോയിസ്, അതായത് അച്ചായന്റെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പ് ഒരു വ്യക്തിയോട് സംസാരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമായി പോയി വാവേ, എനിക്ക് നിന്നെ ഇഷ്ടമായി പോയി വാവേ, നല്ലതായി പോയി വാവേ, ലവ് യു വാവേ, ഉമ്മ വാവേ എന്ന് വാവേ എന്നൊക്കെയാണ് ഈ അച്ചായൻ ഒരു സൈഡിൽ കൂടെ സംസാരിക്കുന്നതായിട്ടുള്ള വോയിസ് ക്ലിപ്പ് വരുന്നത്. ഇത് അച്ചായൻ അയച്ചിട്ടുള്ള വോയിസ് ആണ് എന്നതിന് ഒരു വ്യക്തമായ ഒരു സാധനം അത് വേണം. ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു വ്യക്തിയെ എടുത്തു വെച്ച് അപമാനിക്കാനോ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമായിക്കോട്ടെ, 100% അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാവട്ടെ, അപ്പൊ അദ്ദേഹം അയച്ചിട്ടുള്ള ഒരു വോയിസ് മുന്നോട്ട് നമുക്ക് വേണം. അത് വ്യക്തമായിട്ട് വേണം. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു റിയാക്ഷൻ സംഭവിക്കൂ. ഒരു റിയാക്ഷൻ ഇല്ലടത്തോളം കാലം ആക്ഷന് വലിയ പ്രാധാന്യമില്ല. ആക്ഷൻ 1, 2, 3 മെസ്സേജിൽ അങ്ങ് ഒടുങ്ങിപ്പോവും. അങ്ങനെ ഒടുങ്ങിപ്പോയില്ലെന്നുണ്ടെങ്കിൽ മുടുമൂട്ടം കമ്പിയായിരിക്കും. അങ്ങനെ മുടുമൂട്ടം കമ്പിയായിട്ട് നിൽക്കുന്നവര് ജീവിതത്തിൽ പെണ്ണ് കിട്ടാത്തമാരായിരിക്കും. അല്ലാതെ ഇതുപോലെ സോഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരെണ്ണത്തിന്റെ പുറകെ നടന്ന് ഇമാതിരി കാണിപ്പ് കാണിക്കണമെന്ന് എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഒരു ചാറ്റ് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കാം. ഈ കാണിക്കുന്ന ചാറ്റിനകത്തും വ്യക്തമായിട്ട് ടോണി അച്ചായന്റെ കാര്യമുണ്ട്. എന്നാൽ ഇതിന്റെ ബാക്കിലുള്ള ഒരു റിയാക്ഷൻ ഇല്ല. ഒരു ചാറ്റിന്റെ സെക്സ് ഹോട്ട് എന്ന് പറഞ്ഞൊരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ ഒരു ഭാഗം എടുത്തിട്ട് അത് നീ അയച്ചാന്ന് എന്താ ഉറപ്പെന്തുവാ? അച്ചായൻ അയച്ചാന്ന് ഉറപ്പെന്തുവാ? ഞാൻ അയച്ചാന്ന് ഉറപ്പെന്തുവാ? ഈ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തുകൂടെ? പിന്നെ ആര് വലിയ പുണ്യാർഗമൊന്നും അല്ല, ആര് നല്ല ക്ലിയറും അല്ല. പല കാര്യങ്ങൾ ഉള്ള കാര്യം പറഞ്ഞില്ല. എനിക്ക് ഈ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ ആരെയും ന്യായീകരിക്കുമല്ല, എനിക്ക് ആരും വേണ്ടി വീഡിയോ ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യത്തിനും ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി റിയാക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചാറ്റുകളും റിയാക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ചെയ്യുമ്പോഴത്തേന് അതിന് വ്യക്തമായ ഒരു പേരും അതിന്റെ ഒരു ഫോട്ടോയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിന്റെ വ്യക്തത, അതായത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എങ്ങനെയാണോ, അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും എന്തുവാണ് റിയാക്ഷൻ വന്നിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇപ്പുറത്തെ ഒരു ആക്ഷൻ വന്നിരിക്കുന്നത്. ആ ആക്ഷനും റിയാക്ഷനും എന്താണെന്ന് കാണുമ്പോഴാണ് ഇതിനൊരു വ്യക്തമായ ധാരണ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു സൈഡിലെ മെസ്സേജിന്റെ ഒരു ഭാഗത്തിന്റെ സാധനം മാത്രം ക്രോപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ട് ഇത് അവൻ അയച്ചതാന്ന് പറയാനായിട്ട് എന്തും അതിനകത്ത് അർത്ഥമുള്ളത്? അതിനകത്ത് എന്ത് സത്യസന്ധതയുള്ളത്? ഇവിടെ ഒരാളെ ഞാൻ വെള്ളം അടിച്ചിട്ട് നാളെ പോയി അയാളെ ഡീഫോം ചെയ്ത് കാണിക്കുകയല്ല. ഇന്ന് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ഫ്ലോ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഇനി ഒരു വോയിസ് ക്ലിപ്പ് കാണിച്ചുതരാം. എൻ്റെ കോളേജിൽ നിന്ന് നമ്മുടെ കോളേജിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ ഒരു ഫെസ്റ്റ് സംതിങ് പരിപാടി എന്തോ നടക്കാൻ പോവാ. അപ്പോൾ സ്പോൺസർഷിപ്പിനായിട്ട് ആ ടീമിൽ നിന്ന് ഉള്ള ആൾക്കാർ ഈ പുള്ളീനെ പുള്ളീൻ്റെ മാനേജറിനെ കോണ്ടാക്ട് ചെയ്തു. അത് ത്രൂ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അതിനകത്തൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾ ആയിരുന്നു ഈ പുള്ളി അച്ചായനോട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക്
ഈ പുള്ളിക്കാരൻ രാത്രിയായി കഴിയുമ്പോൾ മാത്രം, പകലൊന്നുമില്ല, രാത്രിയായി കഴിയുമ്പോൾ മാത്രം പുള്ളി ഈ കൊച്ചിന് മെസ്സേജ് അയക്കും. അപ്പം അതിനകത്ത് ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്ത് നേരത്തെ സ്റ്റോറി ഇട്ടില്ലേ, അതേപോലൊക്കെ തന്നെ നിന്നെപ്പോലെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, നീ എന്ത് സുന്ദരിയാ പൊന്നെ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൾഗറായിട്ടുള്ള ഒരു വോയിസ് നോട്ടാ പുള്ളി ആ പെൺകൊച്ചിന് അയച്ചിരുന്നത്. അത് ഓൾമോസ്റ്റ് എന്റെ കോളേജിലുള്ള കുറെ ആൾക്കാർ ഇതിപ്പം ഒരു പെൺകുട്ടിക്ക് അയച്ചു എന്ന് പറയുന്ന അവരുടെ കൂട്ടുകാരി പറഞ്ഞുള്ള വോയിസാ. ഞാൻ ഇതിനകത്ത് അയച്ചിട്ടില്ലയോ എന്ന് പറയുമല്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിമിഷം പ്രതികരിക്കാൻ എന്താണ്? അച്ചായൻ എന്ന് പറയുന്നത് പൗരപ്രമുഖനായിട്ടുള്ള വ്യക്തിയാണല്ലേ, നിങ്ങൾക്ക് നല്ലോണം പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണല്ലോ. എന്നാൽ നിങ്ങളത് യൂസ് ചെയ്തില്ല. ഇപ്പൊ ഇതൊരു സംഭവം ചെയ്യേണ്ട കാര്യം എന്തുവാ? പബ്ലിസിറ്റി. ആരുടെ പബ്ലിസിറ്റി? അവരുടെ സൈഡിൽ നിന്നുള്ള പബ്ലിസിറ്റി. അപ്പൊ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ജിംഷിദയും ജയിലിൽ പോയി കിടക്കുന്ന ജിംഷിദയും നീയും തമ്മിലുള്ള വ്യത്യാസം എന്തുമായിരിക്കും? ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടൊരു എവിഡൻസ് ഒക്കെ എടുത്ത് കാണിച്ചുകൂടെ? അതല്ലേ അതിന്റെ ഒരു മാന്യത? അതല്ലേ ഇത്തരത്തിലൊരു വോയിസ് ഒരു സൈഡിൽ നിന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്നെ പോലെ കുറച്ചധികം വ്യക്തികൾക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ ഒരു 40% എനിക്ക് തോന്നുന്ന, ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ 40% എനിക്ക് തോന്നുന്നത് അച്ചായൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ മുമ്പോട്ട് കണ്ടുവരുന്ന ഒരു 2-3 വർഷത്തിനകത്ത് ഒന്ന് കയറി ഭയങ്കരമായ ഗ്രോത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ആ ഗ്രോത്തിലേക്ക് വരുന്ന വ്യക്തി ഈ പറയുന്ന 40-41 ഫ്രാഞ്ചൈസീസ് എങ്ങാണ്ട് പുള്ളിക്കാരനായി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ സ്വർണ്ണ ശൃംഖലയിൽ നിൽക്കുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരേ ബിസിനസ് സംരംഭത്തിൽ ഒരേപോലെ തറാസിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് ഏത് രീതിയിലായിരിക്കും ഹാനികരമായിട്ട് വരുന്നത്? ആൾ ഇത്രയധികം വളർന്നു പോകുന്നു, വളർന്ന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ബിസിനസ് സംരംഭത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു, പല സെലിബ്രിറ്റീസിനെ ഇനാഗ്രേഷന് കൊണ്ടുവരുന്നു, പല അതായത് ഈ പറയുന്ന ജ്വല്ലറി ഉടമകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ ഒരു മുതലാളിയായിട്ട് നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു, ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അച്ചായൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരേ മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയൊരു പണിയായിരിക്കുമല്ലോ അത്. അപ്പൊ ആ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഗൂഢമായുള്ള ഒരു ആലോചന ഇതിന്റെ പിന്നിലുണ്ടോ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴും എടുക്കുമ്പോഴും അതിന് 2 വശം ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെയായാലും നോക്കണം. അതിന്റെ ഒരു വശം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എന്റെ ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. നാളെ ഇതല്ല, ഈ പെൺകുട്ടി ഇതിനകത്ത് പ്രോപ്പറായിട്ട് വന്നിട്ട് എന്റെ കാര്യം ഇതാണ്, സംഭവം ഇതാണ് നടന്നതെന്ന് പ്രോപ്പറായിട്ടൊരു എവിഡൻസ് ഒക്കെ പറയട്ടെ, അച്ഛനെ നമ്മൾ തള്ളി പറയും. കാരണം ഇപ്പം പറയാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ചായൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും സക്സസും, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ചാരിറ്റി ആയിക്കോട്ടെ, മാങ്ങാത്തൊലി ആയിക്കോട്ടെ, വീടിനകത്ത് ഒരു കട്ട 18 രൂപയുടെ ഒരു കട്ട മേടിച്ചു കൊടുത്തെങ്കിൽ പോലും അത് ഈ പറയുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് മേടിച്ചല്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു മേടിച്ച പൈസയല്ല. അയാൾ ഒരു കട്ട മേടിച്ചു കൊടുത്തിട്ട് അയാൾ 10 ഫോട്ടോ ഇടണം, 10 റീല് വിടട്ടെ. ആ റീല് കണ്ടിട്ടും ആ ഫോട്ടോ കണ്ടിട്ടും അത് കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു കട്ട മേടിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾ മേടിച്ചു കൊടുക്കൂ, നിങ്ങൾ വീഡിയോ ഇടും, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എന്നാൽ ഞാനും അതേക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും 10 പേര് എന്നെ ഫോളോ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യട്ടെ. കൈ നീട്ടി മേടിക്കാൻ ആൾക്കാരുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങളെ സെലിബ്രിറ്റി ആക്കാനായിട്ട് ഈ നാട്ടിൽ ഒരുപാട് ജനങ്ങളുണ്ട്. അതെടുത്ത് പൊക്കി തൂക്കി എടുത്ത് വെച്ച് വീഡിയോ എന്നെ പോലെ കുറെ വാണങ്ങളും കാണും. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതോർത്ത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇനി ഇത്